ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടീം ലേണേഴ്സ്. ഈ വീഡിയോയിൽ സ്റ്റാൻഡേർഡ് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് ഫസ്റ്റ് മോഡ്യൂൾ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ വരുന്ന ഫസ്റ്റ് മോഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ്. ആൻഡ് ഇതിനു മുന്നേ നമ്മൾ ആപ്ലിക്കേഷൻ ലെയറാണ് പഠിച്ചത്. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് ആർക്കിടെക്ചറും ഉണ്ട്, പിയർ ടു പിയർ ആർക്കിടെക്ചറും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയേഴ്സിലുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. ആൻഡ് ഇതിൽ നമുക്ക് പഠിക്കാൻ ഒരു 6 ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. ഇതിൽ വരുന്നതാണ് WWW ആൻഡ് HTTP, FTP, SMTP, ടെൽനെറ്റ്, SSH, DNS. ഇതെല്ലാം തന്നെ ഈ സ്റ്റാൻഡേർഡ് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻസിൽ വരും. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ബിക്കോസ് ഓരോ ഇതിലും വാട്ട് ഈസ് എ ഫങ്ഷനാലിറ്റി ആൻഡ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ 3 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇന്ന് പഠിക്കാൻ പോകുന്നത് വെബ് ആൻഡ് HTTP ആണ്. അത് കഴിഞ്ഞിട്ട് ഓരോ വീഡിയോസിൽ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഈ വേൾഡ് വൈഡ് വെബ് ഇത് നമ്മൾ എല്ലാവരും മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന വേർഡാണ്. ഈ WWW ഒക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. ഈ വെബ് എന്ന് പറയുന്നത് റെപ്പോസിറ്ററി ഓഫ് ഇൻഫർമേഷൻ ആണ്. നമ്മൾ വെബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെപ്പോസിറ്ററി ഓഫ് ഇൻഫർമേഷൻ ഇൻ വിച്ച് ദ ഡോക്യുമെൻറ്റ്സ് കോൾഡ് വെബ് പേജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദി വേൾഡ് ആൻഡ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ആർ ലിങ്ക്ഡ് ടുഗെദർ. നമ്മൾ ഒരു വെബിന് റെപ്പോസിറ്ററി ഓഫ് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. ആൻഡ് അതിലുള്ള വെബ് പേജസിനെ നമ്മൾ ഡോക്യുമെൻ്റ് എന്നും പറയും. ആൻഡ് ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദി വേൾഡ്, ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ആൻഡ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഈ വെബ് എന്ന് പറയുന്നത് ഓൺ ഡിമാൻഡിൽ ഓപ്പറേറ്റ് ആവുന്ന ഒരു സാധനമാണ്. ആൻഡ് നമ്മൾ ഈ ഡിഫറെൻറ്റ് വെബ് പേജസിനെയൊക്കെ ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹൈപ്പർ ടെക്സ്റ്റ് ഓർ ഹൈപ്പർ മീഡിയ. ഈ WWW എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലയൻറ്റ് സെർവർ സർവീസാണ്. ഇൻ വിച്ച് നമ്മൾ ക്ലയൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സർവീസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലയൻറ്റ് എന്ന് പറയുന്നത് ബ്രൗസേഴ്സാണ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രൗസേഴ്സൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ആ ബ്രൗസേഴ്സാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ക്ലയൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സർവീസ് ആക്സസ് ചെയ്യാൻ പറ്റും ഫ്രം ദ സെർവർ. ഇപ്പോൾ ഇത് ക്ലയൻറ്റ് എന്ന് വയ്ക്കാം, ഇതൊരു സെർവറിന് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സർവീസ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഓർ വെബ് പേജസ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലോട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കും. എന്നിട്ട് ആ റിക്വസ്റ്റിനെ ഈ സെർവർ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള റെസ്പോൺസിനെ തിരിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഈ വെബ് വർക്ക് ആവുന്നത്. സർവീസ് പ്രൊവൈഡഡ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ മെനി ലൊക്കേഷൻസ് കോൾഡ് സൈറ്റ്സ്. ഈ സർവീസസ് ഒരു ഈ വെബ് പേജസ് എല്ലാം ഒരു സ്ഥലത്ത് മാത്രമില്ല, ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ മെനി ലൊക്കേഷൻസ്. ആൻഡ് ഈ ലൊക്കേഷൻസിനെയാണ് നമ്മൾ സൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓരോ സൈറ്റിലും ഇറ്റ് ഹോൾഡ്സ് 1 or more ഡോക്യുമെൻറ്റ്സ്. ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് വെബ് പേജാണ്. അപ്പോൾ ഓരോ സൈറ്റിലും 1 or more വെബ് പേജസ് കാണും. ആൻഡ് ഓരോ വെബ് പേജിലും it contains some links to other pages in the same or other sites. മേ ബി ചിലപ്പോൾ ചില വെബ്സൈറ്റ്സ് ഒരു വെബ് പേജസിൽ ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലോട്ട് പോകാനുള്ള ലിങ്ക് എല്ലാം കാണിക്കും. അല്ലെങ്കിൽ ആ സൈറ്റിൽ നിന്ന് തന്നെ വേറെ സൈറ്റിലോട്ട് പോകാനുള്ള ലിങ്ക്സും കാണും. ആൻഡ് നമ്മളൊരു വെബ് പേജിനെ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. വെബ് പേജിനെ 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിമ്പിൾ ഓർ കോമ്പോസിറ്റ്. സിമ്പിളും ഉണ്ട്, കോമ്പോസിറ്റും ഉണ്ട്. സിമ്പിൾ വെബ് പേജ് എന്ന് പറയുന്നത് ആ ഒരു വെബ് പേജിൽ വേറെ ലിങ്ക്സ് ഒന്നും കാണത്തില്ല, വേറെ വെബ് പേജിലോട്ട് പോകാനുള്ള ലിങ്ക്സ് ഒന്നും കാണത്തില്ല. അതാണ് സിമ്പിൾ വെബ് പേജ്. ആൻഡ് കോമ്പോസിറ്റ് വെബ് പേജ് എന്ന് പറയുമ്പോൾ ഒരു പേജിൽ തന്നെ വേറെ പേജസിലോട്ട് പോകാനുള്ള ലിങ്ക് ഒക്കെ കാണും. അങ്ങനെയാണെങ്കിൽ അത് കോമ്പോസിറ്റ് വെബ് പേജാണ്. A web page can be simple or composite. A simple web page has no links to other web pages. A composite web page has 1 or more links to other web pages. ഓരോ വെബ് പേജിനെ നമ്മളൊരു ഫയലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് വിത്ത് എ നെയിം ആൻഡ് അഡ്രസ്സ്. ഓരോ വെബ് പേജിനും ഒരു പേരും കാണും, ഒരു അഡ്രസ്സും കാണും. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഡയഗ്രാം. ഇതെല്ലാം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. സിലബസിലുള്ള ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ തന്നെ മതി. ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ഡയഗ്രാംസ് ഒക്കെ വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇപ്പോൾ ഇതിൽ ഈ ഒരു ഇതാണ് ക്ലയൻറ്റ്, ബാക്കി ഇതൊരു സൈറ്റാണ്, ഇതൊരു സൈറ്റാണ്. ഞാൻ പറഞ്ഞു നമ്മളുടെ വെബ് പേജസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതിൻ്റെ ഓരോ സൈറ്റിലും ഒരു വെബ് പേജ് കാണാം, അല്ലെങ്കിൽ മോർ ദാൻ 1 വെബ് പേജസും കാണാം. ഇതിൽ എ എന്ന് പറയുന്നത് ഒരു ഒറിജിനൽ ഇമേജാണ്, ഒറിജിനൽ ഡോക്യുമെൻ്റ് ആണ്. ബി എന്ന് പറയുന്നത് ഇതാണ് എ, ഇത് ബി എന്ന് പറയുന്നത് ഒരു ഇമേജാണ്. ആൻഡ് സി എന്ന് പറയുന്നത് റെഫറൻസ്ഡ് ഫയലാണ്. ഇപ്പോൾ ക്ലയൻറ്റ് സെർവറിന് ഒരു റിക്വസ്റ്റ് അയക്കുന്നു. ഈ സൈറ്റ് 1 ആണ്
ഒരു സെർവർ അതിനൊരു റിക്വസ്റ്റ് അയക്കുന്നു. അപ്പോൾ അതിൻ്റെതായ റെസ്പോൺസ് തിരിച്ചു കൊടുക്കുന്നു. പിന്നെയും ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, അതിൻ്റെ റെസ്പോൺസ് കൊടുക്കുന്നു. ഈ രണ്ടെണ്ണമും സെയിം സൈറ്റിലാണ് നടക്കുന്നത്. പിന്നെ തേർഡ് കൊടുക്കുന്ന റിക്വസ്റ്റ് വേറെ ഏതോ ഒരു സൈറ്റിലാണ്. ആൻഡ് ആ ഒരു സൈറ്റ് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനുള്ള റെസ്പോൺസ് തിരിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ മാത്രമേ റിക്വസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ ഒന്നുമല്ല. നമുക്ക് ഡിഫറെൻറ്റ് സൈറ്റ്സിൽ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം ആൻഡ് അത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടും. ഇനി ഈ ഒരു വെബിലുള്ള www അതിലുള്ള ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ആണ് വെബ് ക്ലയൻറ്റ് എന്ന് പറയുന്നത് ബ്രൗസേഴ്സ് ആണ്. പിന്നെ സെക്കൻഡ് വൺ സെർവർ, വെബ് ക്ലയൻറ്റ് സെർവർ, ദെൻ URL ഉണ്ട്, ദെൻ വെബ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ആദ്യം നമ്മൾ വെബ് ഡോക്യുമെൻറ്റ്സ് നോക്കാം. വെബ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ 3 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്സ്, ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ആക്റ്റീവ് ഡോക്യുമെൻറ്റ്സ്. The documents in the www can be grouped into 3 different categories. നമ്മൾ ഈ വെബ് പേജിനെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സിനെ നമ്മൾ 3 ടൈപ്പാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: സ്റ്റാറ്റിക്, ഡൈനാമിക് ആൻഡ് ആക്റ്റീവ്. ഫസ്റ്റ് വൺ ആണ് സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്സ്. സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് കണ്ടൻ്റ് ആണ്. ആ ഡോക്യുമെൻറ്റ്സ് ആ വെബ് പേജിലുള്ള കണ്ടൻ്റ് എല്ലാം ഫിക്സഡ് ആയിരിക്കും ആൻഡ് അത് ക്രിയേറ്റ് ചെയ്തിട്ട് സെർവറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പിയാണ് ക്ലയൻറ്റിന് റെസ്പോൺസായിട്ട് കിട്ടുന്നത്. The content of the file are determined. The file is created not when it is used. ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള കണ്ടൻറ്റ് എല്ലാം നമ്മൾ റൈറ്റ് ചെയ്ത് വെക്കും. അത് യൂസ് ചെയ്യുമ്പോൾ അല്ല, നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കണ്ടൻറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് സെർവറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ക്ലയൻറ്റ് എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻറ്റ് ഒരു വെബ് പേജിൻ്റെ കോപ്പി ആയിരിക്കും ക്ലയൻറ്റിന് കൊടുക്കുന്നത്. സെർവറിലുള്ള കണ്ടൻറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം, ബട്ട് യൂസറിന് ക്ലയൻറ്റ് സൈഡിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ഈ സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് HTML, XML, XSL, പിന്നെ XHTML ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ലാംഗ്വേജസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണ് ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ്. എപ്പോഴാണോ ഒരു യൂസർ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഒരു ക്ലയൻറ്റ് എപ്പോഴാണോ റിക്വസ്റ്റ് കൊടുക്കുന്നത് അപ്പോഴായിരിക്കും ഈ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആവുന്നത്. ആൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് വെബ് സെർവറാണ്. എ ഡൈനാമിക് ഡോക്യുമെൻറ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ എ വെബ് സെർവർ വെൻ എവർ എ ബ്രൗസർ റിക്വസ്റ്റ് ദ ഡോക്യുമെൻറ്റ്. ആൻഡ് ഒരു റിക്വസ്റ്റ് അറൈവ് ചെയ്യുമ്പോൾ ആ വെബ് സെർവർ കുറച്ച് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്യും. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത്, ഡൈനാമിക് ഡോക്യുമെൻറ്റ്. The server returns the result of the program or script as a response to the browser that requested the document. And ഇതിലാണെങ്കിൽ ഓരോ ടൈം ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോഴും പുതിയ പേജാണ് ക്രിയേറ്റ് ആവുന്നത്, പുതിയ ഒരു ഡോക്യുമെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള കണ്ടൻറ്റും വേറി ആവും, ഡിപ്പെൻഡ്സ് ഓൺ ദ റിക്വസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഡൈനാമിക് എന്നാണ് പറയുന്നത്. സ്റ്റാറ്റിക്കിലാണെങ്കിൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി കിട്ടും. ഡൈനാമിക്കിൽ എപ്പോഴാണോ യൂസർ റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും ആ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആവുന്നത്. ആൻഡ് സെർവറാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് ആയിരിക്കും നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഓരോ ടൈം റിക്വസ്റ്റ് ചെയ്യുമ്പോഴും ഇഫ് ദ റിക്വസ്റ്റ് വേരീസ് നമുക്ക് കിട്ടുന്ന ഡോക്യുമെൻറ്റ്സും വേറി ആയിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് നമ്മൾ ഡൈനാമിക് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്, സിമ്പിൾ എക്സാമ്പിളാണ് നമ്മൾ ടൈം ആൻഡ് ഡേറ്റ് സെർവറിൻ്റെ അടുത്ത് നിന്ന് മേടിക്കുന്നത്. ബിക്കോസ് ടൈം ഓരോ ടൈമും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, അത് ഫിക്സഡ് അല്ല. ദെൻ ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ് നമ്മൾ JSP, ASP ഇങ്ങനത്തെ ടൂൾസൊക്കെ വെച്ചിട്ട്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഒക്കെ വെച്ചിട്ട് ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ഉള്ളതാണ് ആക്റ്റീവ് ഡോക്യുമെൻറ്റ്സ്. ആക്റ്റീവ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ച ഡൈനാമിക്, സ്റ്റാറ്റിക് എല്ലാം സെർവർ സൈഡാണ് ക്രിയേറ്റ് ആവുന്നത്, റൺ ആവുന്നത് എല്ലാം. നമുക്ക് ചില കേസസിൽ വി നീഡ് എ പ്രോഗ്രാം ഒരു സ്ക്രിപ്റ്റ് ടു ബി റൺ അറ്റ് ദി ക്ലയൻറ്റ് സൈഡ്. ക്ലയൻറ്റ് സൈഡിൽ റൺ ആവുന്ന പ്രോഗ്രാംസ് വേണം. ആൻഡ് ഇതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ക്ലയൻറ്റ് സൈഡാണ് റൺ ആവുന്നത്. ഇതിന് നമ്മൾ ജാവ ആപ്ലെറ്റ്സ് വെച്ചൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് കമ്പൈൽഡ് ആൻഡ് റെഡി ടു ബി റൺ. ദി ഡോക്യുമെൻറ്റ് ഇസ് ഇൻ ബൈറ്റ് കോഡ് ഫോമാറ്റ്. ദെൻ അടുത്തുള്ളതാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇത് നമ്മൾ വെബ്
വെബിലുള്ള കണ്ടൻറ്റ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. എച്ച് ടി ടി പി ഈസ് യൂസ്ഡ് ടു ആക്സസ് ദി കണ്ടൻറ്റ്സ് ഫ്രം ദി വെബ് www. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ക്ലയൻറ്റ് ഡിഫറെൻറ്റ് പ്ലേസിലായിരിക്കും ആൻഡ് സെർവർ ഡിഫറെൻറ്റ് പ്ലേസിലായിരിക്കും. അപ്പോൾ ഈ ക്ലയൻറ്റും സെർവറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ആൻഡ് ഇത് ആപ്ലിക്കേഷൻ ലെയറിലുള്ള ഒരു പ്രോട്ടോക്കോളാണ്. ആൻഡ് ഇറ്റ് യൂസസ് ദ സർവീസസ് ഓഫ് TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ബിക്കോസ് ഹയർ ലെയറിലുള്ള പ്രോട്ടോക്കോൾസൊക്കെ ലോവർ ലെയറിലുള്ള പ്രോട്ടോക്കോൾസിൻ്റെ സർവീസസ് യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഹയർ ലെവലിലുള്ളതാണ്, ആപ്ലിക്കേഷൻ ലെയറിലുള്ളതാണ് HTTP. ഇത് ലോവർ ലെയറിലുള്ള TCPയുടെ സർവീസസ് യൂസ് ചെയ്യും. ആൻഡ് HTTP എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോളാണ്. നമുക്ക് പ്രോട്ടോക്കോൾസിനെ 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രോട്ടോക്കോൾസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്സ്, സ്റ്റേറ്റ്ലെസ് ആൻഡ് സ്റ്റേറ്റ്ഫുൾ. ഇതിൽ HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോളാണ്. സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഇൻ വിച്ച് ഈച്ച് റിക്വസ്റ്റ് ഫ്രം ക്ലയൻറ്റ് ടു സെർവർ ഇസ് ഹാൻഡിൽഡ് ഇൻഡിപെൻഡൻ്റ്ലി. സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോളിൽ ഓരോ റിക്വസ്റ്റും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് ആൻഡ് വിത്തൗട്ട് റിക്വയറിംഗ് ദ സെർവർ ടു റിമെമ്പർ പാസ്റ്റ് ഇൻട്രാക്ഷൻ. സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോളിൽ പാസ്റ്റ് ഇൻട്രാക്ഷനൊന്നും റിമെമ്പർ ചെയ്യത്തില്ല, ലൈക്ക് സേവ് ചെയ്ത് വയ്ക്കത്തില്ല. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റീറ്റെയിൻ എനി സെഷൻ ഇൻഫർമേഷൻ ബിറ്റ്വീൻ റിക്വസ്റ്റ്. ആൻഡ് ഓരോ റിക്വസ്റ്റിലും കണ്ടെയ്ൻസ് എല്ലാ നെസസറി ഇൻഫർമേഷനും കാണും. ആൻഡ് ഇത് സിമ്പിളാണ്, സ്കെയിലബിൾ ആണ്. ഈ സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോളിൻ്റെ എക്സാമ്പിളാണ് HTTP, DNS, UDP ഇതൊക്കെ. ഇനിയുള്ളതാണ് സ്റ്റേറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ പാസ്റ്റ് ഇൻട്രാക്ഷൻ എല്ലാത്തിനെയും നമ്മൾ റിമെമ്പർ ചെയ്ത് വെക്കണം, സേവ് ചെയ്ത് വെക്കണം. അതാണ് സ്റ്റേറ്റ്ഫുൾ. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിളാണ് എല്ലാ ഗെയിമിംഗ് പ്രോട്ടോക്കോൾസും ഇതിൻ്റെ സ്റ്റേറ്റ്ഫുള്ളിൻ്റെ എക്സാമ്പിളാണ്. ആൻഡ് ഇത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സ്റ്റേറ്റ്ഫുൾ ഡിപ്പെൻഡൻ്റ് ആണ്, സ്റ്റേറ്റ്ലെസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് പാസ്റ്റ് ഇൻട്രാക്ഷൻ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല ഇൻ സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോൾ. അപ്പോൾ HTTP എന്ന് പറയുന്നത് സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോളാണ്. The hypertext transfer protocol is a protocol that is used to define how the client-server programs can be written to retrieve web pages from the web. ആൻഡ് ഇതിൽ HTTP ക്ലയൻറ്റും ഉണ്ട്, HTTP സെർവറും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് ആൻഡ് സെർവറാണ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഈ ക്ലയൻറ്റിനും ഒരു HTTP കാണും ആൻഡ് സെർവറിന് ഒരു HTTP കാണും. ഇതിൽ ക്ലയൻറ്റ് സൈഡുള്ള HTTP ആണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്, ഇത് ക്ലയൻ്റ് ആണ്, ഇത് സെർവർ. അപ്പോൾ ക്ലയൻറ്റ് സൈഡുള്ള ഒരു HTTP ആണ് റിക്വസ്റ്റ് കൊടുക്കുന്നത് ആൻഡ് സെർവർ സൈഡിലുള്ള HTTP റെസ്പോൺസ് റിട്ടേൺ ചെയ്യും. ആൻഡ് HTTP TCPയുടെ സർവീസാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് TCP എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, റിലയബിൾ ആണ്. കണക്ഷൻ ഓറിയൻറ്റഡ് മീൻസ് നമ്മൾ ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ, ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നതിന് മുന്നേ ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് ദ റിസീവർ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതാണ് കണക്ഷൻ ഓറിയൻറ്റഡ്. ആൻഡ് ഇതിൽ എറർ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ, കൺജഷൻ കൺട്രോൾ എല്ലാം തന്നെ കാണും. ദിസ് മീൻസ് ദാറ്റ് ബിഫോർ എനി ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് ആൻഡ് ദി സെർവർ ക്യാൻ ടേക്ക് പ്ലേസ്, a connection needs to be established between them. And ആ ഒരു ട്രാൻസാക്ഷൻ ഓർ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കണക്ഷനെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യണം. ഇനി ഈ കണക്ഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കണക്ഷൻ 2 ടൈപ്സ് ആണ് ഉള്ളത്. Connection is classified into 2 types. First one is non-persistent connection and second one is persistent connection. Connection is classified into 2, non-persistent and persistent. നമ്മളിപ്പോൾ ഒരു വെബ് പേജിൽ നിന്ന് ഒബ്ജക്ട്സ് ഒരു ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുമ്പോൾ എല്ലാം ഡിഫറെൻറ്റ് സെർവേഴ്സിലായിരിക്കും, ഓരോ ഇൻഫർമേഷനും ഓരോ സെർവേഴ്സിലായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ന്യൂ TCP കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം ഫോർ റിട്രീവിങ് ഈച്ച് ഒബ്ജക്റ്റ്. ഓരോ ഒബ്ജക്റ്റ് റിട്രീവ് ചെയ്യാനും എനിക്ക് ഓരോ TCP കണക്ഷന് വേണം. ഇപ്പോൾ നമുക്ക് എല്ലാ ഒബ്ജക്ട്സും എല്ലാ ഇൻഫർമേഷനും ഒരേ സെർവറിൽ ഉണ്ടെങ്കിൽ എനിക്ക് അത് 2 ടൈപ്പിൽ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ക്ലയൻ്റ് ആണ്, ഇത് സെർവറാണ്. എനിക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും ഈ ഒരു സെർവറിലുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വേ ആണുള്ളത്, 2 ചോയ്സസ് ആണുള്ളത്. ഇത് ഫസ്റ്റ് ഒന്നാണ് ഓരോ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാനും ഓരോ പുതിയ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് വേ. ഇനി സെക്കൻഡ് വേ എന്ന് പറയുന്നത് ഒരു കണക്ഷൻ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട്, ഇത് ക്ലയൻറ്റ്, ഇത് സെർവർ. അപ്പോൾ സെക്കൻഡ് വേ എന്ന് പറയുന്നത് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇതിലുള്ള എല്ലാ ഇൻഫർമേഷനും റിട്രീവ് ചെയ്യുന്നതാണ് സെക്കൻഡ് വേ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു ഇൻഫർമേഷനെ 2 വേയിൽ റിട്രീവ് ചെയ്യാൻ പറ്റും.
ഇഫ് ഓൾ ദ ഇൻഫർമേഷൻസ് ആർ ഇൻ ദ സെയിം സെർവർ. ഒരേ സെർവറിലാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് വേ ആണ് ഓരോ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാനും ഓരോ TCP കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വേ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ ഇൻഫർമേഷനെയും റിട്രീവ് ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡാണ് നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻസ്. ഓരോ ഇൻഫർമേഷനും ഓരോ TCP കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ. പിന്നെ സെക്കൻഡ് വൺ, ഒരു TCP കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ ഇൻഫർമേഷനും നമ്മൾ റിട്രീവ് ചെയ്യുവാണെങ്കിൽ അത് പെർസിസ്റ്റൻറ്റ് കണക്ഷനാണ്. ആൻഡ് HTTP വേർഷൻ 1.0 അതെല്ലാം നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻസ് ആണ്. വൈൽ വേർഷൻ 1.1 ഇതെല്ലാം പെർസിസ്റ്റൻറ്റ് കണക്ഷനാണ്. നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷനിൽ ഈച്ച് റിക്വസ്റ്റ് റെസ്പോൺസ് പെയർ ഇസ് സെൻഡ് ഓവർ എ സെപ്പറേറ്റ് TCP കണക്ഷൻ. ആൻഡ് പെർസിസ്റ്റൻ്റ് ആണെങ്കിൽ ഓൾ ദ റിക്വസ്റ്റ് ആൻഡ് ദ കറസ്പോണ്ടിങ് റെസ്പോൺസസ് ആർ സെൻഡ് ഓവർ ദി സെയിം TCP കണക്ഷൻ. ഇത് ഫസ്റ്റ് നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ എടുക്കാം. നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷനിൽ വൺ TCP കണക്ഷൻ ഇസ് മെയ്ഡ് ഫോർ ഈച്ച് റിക്വസ്റ്റ് ഓർ റെസ്പോൺസ്. ഓരോ റിക്വസ്റ്റിനും ഓരോ റിക്വസ്റ്റ് റെസ്പോൺസ് പെയറിന് നമ്മൾ ഓരോ പുതിയ TCP കണക്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം ക്ലയൻറ്റ് ഒരു TCP കണക്ഷൻ ഓപ്പൺ ചെയ്യണം. TCP കണക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് സെർവറിന് റിക്വസ്റ്റ് കൊടുക്കണം. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പാണ് സെർവർ അതിനുള്ള റെസ്പോണ്ട് തിരിച്ചു കൊടുക്കും ആൻഡ് ആ കണക്ഷന് ക്ലോസ് ചെയ്യും. ആൻഡ് തേർഡ് വൺ, ക്ലയൻറ്റ് ആ ഡേറ്റ ഫുള്ള് റീഡ് ചെയ്തെടുക്കും അൻറ്റിൽ എൻഡ് ഓഫ് ഫയൽ എന്ന് പറയുന്ന ക്യാരക്ടർ എൻകൗണ്ടർ ചെയ്യുന്നത് വരെ ഈ ക്ലയൻറ്റ് ഫുൾ ഡേറ്റ റീഡ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് കണക്ഷൻ ക്ലോസ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ക്ലയൻറ്റ്, ഇത് സെർവർ എന്ന് എടുക്കാം. ആദ്യം ഒരു TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഈ ക്ലയൻറ്റ് സെർവറിന് റിക്വസ്റ്റ് കൊടുക്കും. ആൻഡ് ഈ സെർവർ അതിനുള്ള റെസ്പോൺസ് കൊടുത്തിട്ട് കണക്ഷൻ ക്ലോസ് ആക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്ലയൻറ്റ് ഇതിലുള്ള ഡേറ്റാസ് എല്ലാം റീഡ് ചെയ്തെടുക്കും അൻറ്റിൽ എൻഡ് ഓഫ് ദി ഫയൽ എന്നൊരു ക്യാരക്ടർ എൻകൗണ്ടർ ചെയ്യുന്നത് വരെയുള്ള ഡേറ്റാസ് എല്ലാം ഈ ക്ലയൻറ്റ് റീഡ് ചെയ്ത് എടുക്കും. ഇത്രയാണ് നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷനിൽ നടക്കുന്നത്. ഇൻ ദിസ് സ്ട്രാറ്റജി, ഇഫ് എ ഫയൽ കണ്ടെയ്ൻസ് ലിങ്ക്സ് ടു n ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഫയൽസ്, ദി കണക്ഷൻ മസ്റ്റ് ബി ഓപ്പൺഡ് ആൻഡ് ക്ലോസ്ഡ് n+1 times. The non-persistent strategy imposes high overhead on the server because the server needs n+1 different buffers each time a connection is opened. ഇതിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ്റെ ഒരു എക്സാമ്പിൾ ഡയഗ്രാം. ഈ ഒരു PDF ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ റെഫർ ചെയ്യാം. പിന്നെ ഉള്ളതാണ് പെർസിസ്റ്റൻറ്റ് കണക്ഷൻ. പെർസിസ്റ്റൻറ്റ് കണക്ഷനിൽ സെർവർ ആ കണക്ഷനെ ഓപ്പൺ ആയിട്ട് വിടും ഫോർ മോർ റിക്വസ്റ്റ് ആഫ്റ്റർ സെൻഡിങ് എ റെസ്പോണ്ട്. ഒരു റെസ്പോൺസ് അയച്ചതിന് ശേഷം ആ കണക്ഷൻ ഓപ്പൺ ആയിരിക്കും. ആൻഡ് ഈ കണക്ഷൻ എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടൈം പീരിയഡ് കാണും. ആൻഡ് ആ ടൈം പീരിയഡ് കഴിയുമ്പോഴാണ് ഈ സെർവർ ഈ ഒരു കണക്ഷൻ ക്ലോസ് ആക്കുന്നത്. അതുവരെ നമ്മളുടെ ക്ലയൻറ്റിന് റിക്വസ്റ്റ് കൊടുക്കാനും റെസ്പോൺസ് അക്സെപ്റ്റ് ചെയ്യാനും പറ്റും. ദ സെൻഡർ യൂഷ്വലി സെൻസ് ദ ലെന്ത് ഓഫ് ദി ഡേറ്റ വിത്ത് ഈച്ച് റെസ്പോൺസ്. ഇപ്പോൾ ഫുൾ ടൈം കണക്ഷൻ ഓപ്പൺ ആണ്. അപ്പോൾ മെസ്സേജിൻ്റെ എൻഡ് ആയോ അല്ലെങ്കിൽ ഇനി ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ യൂഷ്വലി ദ സെൻഡർ ഓർ ദ സെർവർ സെൻസ് ദ ലെന്ത് ഓഫ് ദി ഡേറ്റ വിത്ത് ഈച്ച് റെസ്പോൺസ്. ഓരോ റെസ്പോൺസിൻ്റെ കൂടെയും അതിലുള്ള ഡേറ്റയുടെ ലെന്ത് അയക്കും. അപ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് ലെന്ത് ഫുള്ളും റീഡ് ചെയ്തതിന് ശേഷം ആ ഒരു റെസ്പോൺസ് കഴിഞ്ഞു എന്നാണ് മീനിങ്. സം കേസസിൽ നമുക്ക് ലെന്ത് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ദ സെർവർ ഇൻഫോംസ് ദ ക്ലയൻറ്റ് ദാറ്റ് ദ ലെന്ത് ഇസ് നോട്ട് നോൺ ആൻഡ് ക്ലോസസ് ദ കണക്ഷൻ ആഫ്റ്റർ സെൻഡിങ് ദ ഡേറ്റ സോ ദാറ്റ് ക്ലയൻറ്റ് നോസ് ദാറ്റ് ദ എൻഡ് ഓഫ് ദ ഡേറ്റ ഹാസ് ബീൻ റീച്ച്ഡ്. അപ്പോൾ സംടൈംസ് ഈ ലെന്ത് അറിയത്തില്ല. അപ്പോൾ ഡേറ്റ അയച്ചതിന് ശേഷം ആ ഒരു കണക്ഷൻ ക്ലോസ് ആക്കും. ആൻഡ് ഇത് നോൺ പെർസിസ്റ്റൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ടൈം ആൻഡ് റിസോഴ്സസ് എല്ലാം തന്നെ സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് ബഫറാണ് ആവശ്യം വരുന്നത്. ആൻഡ് ഇതിൽ ദ റൗണ്ട് ട്രിപ്പ് ടൈം ഫോർ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് കണക്ഷൻ ടെർമിനേഷൻ ഇസ് സേവ്ഡ്. റൗണ്ട് ട്രിപ്പ് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. റൗണ്ട് ട്രിപ്പ് ടൈം മീനിങ് നമുക്ക് ഒരു കണക്ഷൻ ഫ്രം ദ ക്ലയൻറ്റ് ടു ദ സെർവർ അയച്ചിട്ട് അതിനുള്ള റെസ്പോൺസ് ഫ്രം ദ സെർവർ ടു ദ ക്ലയൻറ്റ് കിട്ടുന്ന ആ ഒരു ടൈമാണ് റൗണ്ട് ട്രിപ്പ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ട് ട്രിപ്പ് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഡയഗ്രാം. ഇനിയുള്ളത് മെസ്സേജ് ഫോർമാറ്റാണ്. നമ്മൾ HTTP protocol defines a format of the request and response messages. നമ്മൾ ഫ്രം ദ ക്ലയൻറ്റ് സെർവറിന് റിക്വസ്റ്റ് കൊടുക്കും ആൻഡ് സെർവർ നമുക്ക് റെസ്പോൺസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മെസ്സേജസിന് ഫോർമാറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ മെസ്സേജ് നമ്മൾ 4 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ ഇതാണ് ഈ ഒരു ഡയഗ്രാമിൽ ഈ ഫസ്റ്റ് ഹാഫ്.
ഇതാണ് റിക്വസ്റ്റ് മെസ്സേജ്. അടുത്ത ഹാഫ് റെസ്പോൺസ് മെസ്സേജാണ്. അപ്പോൾ റിക്വസ്റ്റ് മെസ്സേജ് എടുക്കുമ്പോൾ ഇതിൽ 4 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ റിക്വസ്റ്റ് ലൈൻ, സെക്കൻഡ് വൺ ഹെഡർ ലൈൻ, തേർഡ് വൺ ബ്ലാങ്ക് ലൈൻ ആൻഡ് ഫോർത്ത് വൺ ബോഡി. ഇതേപോലെ റെസ്പോൺസ് മെസ്സേജ് എടുക്കുകയാണെങ്കിലും ഇതും 4 ടൈപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇസ് സ്റ്റാറ്റസ് ലൈൻ, സെക്കൻഡ് വൺ ഹെഡർ ലൈൻ, തേർഡ് വൺ ബ്ലാങ്ക് ലൈൻ ആൻഡ് ഫോർത്ത് വൺ ഇസ് ബോഡി. ഇതിൽ ഫസ്റ്റ് ലൈൻ റെസ്പോൺസ് മെസ്സേജ് ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ സ്റ്റാറ്റസ് ലൈൻ ആയിരിക്കും. റിക്വസ്റ്റ് മെസ്സേജ് ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ റിക്വസ്റ്റ് ലൈൻ ആയിരിക്കും. ഇപ്പോൾ റിക്വസ്റ്റ് മെസ്സേജിൻ്റെ പാർട്സ് നോക്കാം. റിക്വസ്റ്റ് മെസ്സേജിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് റിക്വസ്റ്റ് ലൈനാണ്. ആൻഡ് ഇതിൽ നമുക്ക് 3 ഫീൽഡാണ് ഉള്ളത്. ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും. ഈ റിക്വസ്റ്റ് ലൈൻ ഈ ഒരു ഇതിൽ നമുക്ക് 3 ഫീൽഡാണ് ഉള്ളത്. മെത്തേഡ് ഉണ്ട്, URL ഉണ്ട്, വേർഷൻ ഉണ്ട്. ഇത് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് ടൈപ്പിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൽ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഗെറ്റ് മെത്തേഡ്, GET. ഗെറ്റ് ഇറ്റ് റിക്വസ്റ്റ് എ ഡോക്യുമെൻറ്റ് ഫ്രം ദി സെർവറിൽ നിന്ന് നമുക്ക് ഡോക്യുമെൻ്റ് ആണ് വേണമെങ്കിൽ ഈ ഗെറ്റ് യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ ഹെഡാണ്. ഹെഡാണെങ്കിൽ നമുക്ക് ഒരു ഡോക്യുമെൻ്റ് ഇൻഫർമേഷൻ മാത്രം മതി, ഡോക്യുമെൻറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ പുട്ടാണ്. പുട്ട് മീനിങ് നമ്മൾ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലോട്ട് ഒരു ഡോക്യുമെൻ്റ് അയക്കുന്നതാണ് പുട്ട്. പിന്നെ പോസ്റ്റ് ആണെങ്കിൽ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലോട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് പുട്ട്. പിന്നെ ട്രേസ് മീനിങ് ഇറ്റ് എക്കോസ് ദ ഇൻകമിങ് റിക്വസ്റ്റ്. ഡിലീറ്റ് ആണെങ്കിൽ വെബ് പേജ് റിമൂവ് ചെയ്യും. കണക്റ്റ് ആണെങ്കിൽ അത് റിസർവ്ഡ് ആണ്. ഓപ്ഷൻസ് ആണെങ്കിൽ അവൈലബിൾ ഓപ്ഷൻസ് എല്ലാം എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 ഫീൽഡിൽ ഫസ്റ്റ് ഫീൽഡ് മെത്തേഡാണ്. അതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഇത്രയൊക്കെയാണ്. അതിൻ്റെ ആക്ഷൻസ് എല്ലാം ഇതാണ്. ഇനി സെക്കൻഡ് ഫീൽഡ് എന്ന് പറയുന്നത് URL ആണ്. URL ഡിഫൈൻസ് ദ അഡ്രസ് ആൻഡ് നെയിം ഓഫ് ദി കറസ്പോണ്ടിങ് വെബ് പേജ്. വെബ് പേജിൻ്റെ പേരും അതിൻ്റെ അഡ്രസ്സൊക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ URL. ഈ URL നമുക്ക് URL മൊത്തം നമുക്ക് 4 പാർട്സ് ആണുള്ളത്. ഇത് ഈ PDF-ലെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടൻറ്റാണ്. അപ്പോൾ URL അതിൻ്റെ ഫുൾ ഫോം ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ആൻഡ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ആക്ച്വലി ഡിഫൈൻസ് ദ അഡ്രസ് ആൻഡ് നെയിം ഓഫ് ദി കറസ്പോണ്ടിങ് വെബ് പേജ്. വെബ് പേജിൻ്റെ അഡ്രസ്സും അതിൻ്റെ പേരുമാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഈ URL-ൽ 4 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടോക്കോളാണ്. പ്രോട്ടോക്കോളിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത് എന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ HTTP ആണോ, FTP ആണോ, HTTPS ആണോ, ഇതാണ് ഫസ്റ്റ് പാർട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഡിഫൈൻസ് ദി പ്രോട്ടോക്കോൾ. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഹോസ്റ്റ് ആണ്. ഹോസ്റ്റ് ഐഡൻറ്റിഫയർ ആണ് സെക്കൻഡ് പാർട്ട്. ഇതിൽ ആക്ച്വലി നമ്മൾ IP അഡ്രസ്സാണ് കൊടുക്കുന്നത്. ഏത് ഹോസ്റ്റ് ഒരു ഏത് കമ്പ്യൂട്ടറാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് IP അഡ്രസ്സ് പറയുന്നത്. അപ്പോൾ URL ഫസ്റ്റ് പാർട്ടിൽ പ്രോട്ടോക്കോൾ കാണും, സെക്കൻഡ് പാർട്ടിൽ IP അഡ്രസ്സ് കാണും. ദ ഹോസ്റ്റ് ഐഡൻറ്റിഫയർ ക്യാൻ ബി ദ IP അഡ്രസ് ഓഫ് ദി സെർവർ ഓർ ദ യൂണിക് നെയിം ഗിവൻ ടു ദി സെർവർ. IP addresses can be defined in dotted decimal notations. The name is normally the domain name that uniquely defines the host. അപ്പോൾ ഇതിൽ നമ്മൾ ഹോസ്റ്റിൻ്റെ പാർട്ടിൽ IP അഡ്രസ്സാണ് കൊടുക്കുന്നത്. ആൻഡ് തേർഡ് പാർട്ടാണ് പോർട്ട് നമ്പർ. പിന്നെ ഉള്ള ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് പാത്താണ്. ഫോർത്ത് പാർട്ട് ഇസ് പാത്ത്. ആൻഡ് ഇത് അതിൻ്റെ ലൊക്കേഷനും ഒരു വെബ് പേജിൻ്റെ ലൊക്കേഷനും ആ ഫയലിൻ്റെ പേരൊക്കെയാണ് ഈ പാത്തിൽ നമ്മൾ കൊടുക്കുന്നത്. പോർട്ട് നമ്പർ കൂടുതൽ ടൈം യൂസ് ചെയ്യത്തില്ല, അത് ഓപ്ഷണൽ പോലെയാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ പോർട്ട് നമ്പർ യൂസ് ചെയ്യാതെയാണ് ഇത് കൊടുക്കുന്നത്. പോർട്ട് നമ്പർ യൂസ് ചെയ്യാം. പോർട്ട് നമ്പർ ആവശ്യമുള്ള പ്ലേസസിൽ നമുക്ക് പോർട്ട് നമ്പർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് URL മൊത്തം 4 പാർട്സാണ് ഉള്ളത്. പ്രോട്ടോക്കോൾ, ഹോസ്റ്റ്, പോർട്ട്, പാത്ത്. പ്രോട്ടോക്കോൾ ടൈപ്പാണ് കൊടുക്കുന്നത്. ഹോസ്റ്റിൽ IP അഡ്രസ്സും പോർട്ടിൽ പോർട്ട് നമ്പറും പാത്തിൽ അതിൻ്റെ പേരും അതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഈ ഒരു മെസ്സേജ് ഫോർമാറ്റ് റിക്വസ്റ്റ് ലൈനിൽ വരുന്ന തേർഡ് പാർട്ടാണ് വേർഷനിൽ നമ്മൾ പ്രോട്ടോക്കോളിൻ്റെ വേർഷനാണ് കൊടുക്കുന്നത്. ആൻഡ് ഈ റിക്വസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ടുള്ള ഫീൽഡാണ് ഹെഡർ ലൈൻ കാണുമ്പോൾ അറിയാം ഹെഡർ നെയിം ഉണ്ട്, SP വാല്യൂ ഇങ്ങനെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് ഇറ്റ് ക്യാൻ ഹാവ് 0 or more ഹെഡർ ലൈൻസ്. അപ്പോൾ ഈ റിക്വസ്റ്റ് ലൈൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് 0 അല്ലെങ്കിൽ എത്ര ഹെഡർ ലൈൻസ് വേണമെങ്കിലും കൊടുക്കാം. ആൻഡ് ഈച്ച് ഹെഡർ ലൈൻ സെൻഡ്സ് അഡീഷണൽ ഇൻഫർമേഷൻ ഫ്രം ദ ക്ലയൻറ്റ് ടു ദ സെർവർ. ഓരോ ഹെഡർ ലൈനും ഫ്രം ദ ക്ലയൻറ്റ് സെർവറിന് അഡീഷണൽ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. ആൻഡ് ഓരോ ഹെഡർ ലൈനിൽ നമുക്ക് 3 പാർട്സാണ് ഉള്ളത്. ഹെഡർ നെയിം ഉണ്ട്, പിന്നെ ഒരു കോളൻ ഉണ്ട്, സ്പേസ് ഉണ്ട്, ഹെഡർ വാല്യൂ ഉണ്ട്. ആൻഡ് ദ വാല്യൂ ഫീൽഡ് ഡിഫൈൻസ് ദ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഹെഡർ നെയിം. ഓരോ ഹെഡർ നെയിമിൻ്റെ കൂടെ ഉള്ള വാല്യൂ ആണ് വാല്യൂ ഫീൽഡ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇതിലുള്ള ഹെഡർ നെയിംസും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നോക്കാം.
ഫസ്റ്റ് ഹെഡർ നെയിമാണ് യൂസർ ഏജൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ് ഐഡൻറ്റിഫൈസ് ക്ലൈൻറ്റ് പ്രോഗ്രാം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസർ പ്രോഗ്രാം കൊടുക്കുന്നത്. പിന്നെ ആക്സെപ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഹെഡർ നെയിമാണ് ആക്സെപ്റ്റ്. ഇറ്റ് ഷോസ് ദ മീഡിയ ഫോമാറ്റ് ദ ക്ലൈൻറ്റ് ക്യാൻ ആക്സെപ്റ്റ്. ക്ലൈൻറ്റിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മീഡിയ ഫോമാറ്റാണ് ആക്സെപ്റ്റിൽ കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് ആക്സെപ്റ്റ് ക്യാർസെറ്റ്. ഇത് ക്ലൈൻറ്റിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ സെറ്റാണ് ഇത് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ആക്സെപ്റ്റ് എൻകോഡിംഗ് ഉണ്ട്, ഇത് ക്ലൈൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എൻകോഡിംഗ് സ്കീമാണ് പറയുന്നത്. പിന്നെ ആക്സെപ്റ്റ് ലാംഗ്വേജ് ഉണ്ട്, ക്ലൈൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് അത് ഷോ ചെയ്യുന്നത്. പിന്നെ ഓത്തറൈസേഷൻ, ഇത് ക്ലയൻറ്റിനുള്ള പെർമിഷൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ ഹോസ്റ്റ്, ഇറ്റ് ഷോസ് ഹോസ്റ്റ് ആൻഡ് പോർട്ട് നമ്പർ ഓഫ് ദ ക്ലയൻറ്റ്. ഡേറ്റിൽ കറൻറ്റ് ഡേറ്റ് കാണിക്കും. അപ്ഗ്രേഡ് ഉണ്ട്, ഇറ്റ് സ്പെസിഫൈസ് ദ പ്രിഫേർഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. പിന്നെ കുക്കി ഇറ്റ് റിട്ടേൺസ് ദ കുക്കി ടു ദ സെർവർ. പിന്നെ ഇഫ് മോഡിഫൈഡ് സീൻസ്, അത് ദ ഫയൽ ഇസ് മോഡിഫൈഡ് സീൻസ് എ സ്പെസിഫിക് ഡേറ്റ്, അത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡർ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ജസ്റ്റ് വായിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ചോദിക്കുമെന്ന് അറിയത്തില്ല, നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. ദെൻ അടുത്തുള്ള പാർട്ടാണ് ബോഡി പാർട്ട്. ബ്ലാങ്ക് ലൈൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ബോഡി പാർട്ട് വരുന്നത്. ദ ബോഡി കണ്ടെയ്ൻസ് എ കമൻറ്റ് ടു ബി സെൻഡ് ഓർ ദ ഫയൽ ടു ബി പബ്ലിഷ്ഡ് ഓൺ ദി വെബ്സൈറ്റ് വെൻ ദ മെത്തേഡ് ഈസ് പുട്ട് ഓർ പോസ്റ്റ്. നമ്മൾ ഇതിന് മുന്നേ മെത്തേഡ്സ് കണ്ടു. റിക്വസ്റ്റ് മെസ്സേജ് ഫസ്റ്റ് ലൈനിൽ റിക്വസ്റ്റ് ലൈൻ ഉണ്ട്, അതിൽ മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിലുള്ള മെത്തേഡ് പുട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ആണെങ്കിൽ ദ ബോഡി കണ്ടെയ്ൻസ് എ കമൻറ്റ് ടു ബി സെൻഡ് ഓർ ദ ഫയൽ ടു ബി പബ്ലിഷ്ഡ് ഓൺ ദി വെബ്സൈറ്റ്. പിന്നെ ഉള്ളതാണ് റെസ്പോൺസ് മെസ്സേജ്. നമ്മൾ ഇതുവരെ കണ്ടത് റിക്വസ്റ്റ് മെസ്സേജാണ്, ഇനിയുള്ളത് റെസ്പോൺസ് മെസ്സേജിലും 4 പാർട്സ് ആയിട്ടാണുള്ളത്. സ്റ്റാറ്റസ് ലൈൻ, ഹെഡർ ലൈൻ, ബ്ലാങ്ക് ലൈൻ ആൻഡ് ബോഡി. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ലൈനാണ്. ഈ സ്റ്റാറ്റസ് ലൈനിൽ നമുക്ക് 3 ഫീൽഡാണ് ഉള്ളത്. ഫസ്റ്റ് വൺ വെർഷനിൽ HTTP പ്രോട്ടോക്കോളിൻ്റെ വേർഷനാണ് കൊടുക്കുന്നത്. സെക്കൻഡ് പാർട്ടാണ് സ്റ്റാറ്റസ് കോഡ് ആക്ച്വലി ഒരു 3 ഡിജിറ്റ് കോഡാണ് ഈ സ്റ്റാറ്റസ് കോഡിൽ നമ്മൾ റിക്വസ്റ്റിൻ്റെ സ്റ്റാറ്റസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ഈ കോഡ് 100ൻ്റെ റേഞ്ചിലാണെങ്കിൽ അതിലുള്ള ഓൺലി ഇൻഫർമേഷനാണ് ഷോ ചെയ്യുന്നത്. ആ കോഡ് 200 റേഞ്ചിലാണെങ്കിൽ സക്സസ്ഫുൾ റിക്വസ്റ്റ് ആണ് അത് മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് കോഡിൻ്റെ റേഞ്ച് 300 ആണെങ്കിൽ ഇറ്റ് റീഡയറക്ട് ദ ക്ലൈൻറ്റ് ടു അനദർ URL. 400 റേഞ്ച് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ആൻ എറർ അറ്റ് ദ ക്ലൈൻറ്റ് സൈറ്റ്. ആൻഡ് 500 റേഞ്ച് ആണെങ്കിൽ ഇൻഡിക്കേറ്റ് ആൻ എറർ അറ്റ് ദി സെർവർ സൈറ്റ്. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റസ് കോഡ്സ്. ആൻഡ് ഈ സ്റ്റാറ്റസ് ലൈൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഫീൽഡാണ് ഈ സ്റ്റാറ്റസ് കോഡ് കഴിഞ്ഞിട്ടുള്ളതാണ് സ്റ്റാറ്റസ് ഫ്രേസ്. ഇത് സ്റ്റാറ്റസ് കോഡിനെ എക്സ്പ്ലെയിൻ ചെയ്യും ഇൻ ടെക്സ്റ്റ് ഫോമിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഫ്രേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഈ സ്റ്റാറ്റസ് ലൈൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഹെഡർ ലൈൻ. ഇതിൽ നമ്മൾ 0 or more ഹെഡർ ലൈൻസ് യൂസ് ചെയ്യാം. ആൻഡ് ഓരോ ഹെഡറിലും അതിലുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ഫ്രം ദ സെർവർ ടു ദ ക്ലയൻറ്റ് കിട്ടും. ആൻഡ് ഓരോ ഹെഡർ ലൈനിലും ഹെഡർ നെയിം കാണും, ഒരു കോളൻ കാണും, സ്പേസ് കാണും, ആൻഡ് ഹെഡർ വാല്യൂ കാണും. ആൻഡ് റെസ്പോൺസ് മെസ്സേജിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെഡേഴ്സാണ് ഡേറ്റ് എന്ന് പറയുമ്പോൾ കറൻറ്റ് ഡേറ്റ് കാണിക്കും. അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ പ്രിഫേർഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളിനെ സ്പെസിഫൈ ചെയ്യും. പിന്നെ സെർവർ ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ സെർവർ. പിന്നെ സെറ്റ് കുക്കി, ദ സെർവർ ആസ്ക് ദ ക്ലൈൻറ്റ് ടു സേവ് എ കുക്കി. പിന്നെ കണ്ടൻറ്റ് എൻകോഡിങ് സ്പെസിഫൈസ് ദ എൻകോഡിങ് സ്കീം സ്പെസിഫൈ ചെയ്യും. പിന്നെ കണ്ടൻറ്റ് ലാംഗ്വേജ് ആണെങ്കിൽ ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്യും. കണ്ടൻറ്റ് ലെങ്ത് ആണെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ ലെങ്ത് കാണിക്കും. കണ്ടൻറ്റ് ടൈപ്പ് ആണെങ്കിൽ മീഡിയ ടൈപ്പ് സ്പെസിഫൈ ചെയ്യും. പിന്നെ ലൊക്കേഷൻ ആണെങ്കിൽ ആസ്ക് ദ ക്ലൈൻറ്റ് ടു സെൻഡ് ദ റിക്വസ്റ്റ് ടു അനദർ സൈറ്റ്. പിന്നെ അക്സെപ്റ്റ് റേഞ്ച് ആണെങ്കിൽ ദ സെർവർ വിൽ അക്സെപ്റ്റ് റിക്വസ്റ്റഡ് ബൈറ്റ് റേഞ്ചസ്. ലാസ്റ്റ് മോഡിഫൈഡ് അതാണെങ്കിൽ ഗീവ് ദ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ലാസ്റ്റ് ചേഞ്ച്. ഇതൊക്കെയാണ് റെസ്പോൺസ് മെസ്സേജിലുള്ള ഹെഡർ നെയിം ആൻഡ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അടുത്തുള്ളത് ബോഡിയാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഡോക്യുമെൻറ്റ് ടു ബി സെൻഡ് ഫ്രം ദ സെർവർ ടു ദ ക്ലയൻറ്റ്. സെർവറിൽ നിന്ന് ക്ലയൻറ്റിന് കൊടുക്കാനുള്ള ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും ഈ ബോഡിയിലുള്ളത്. ബോഡി നമ്മൾ എറർ മെസ്സേജ് ഇല്ല എങ്കിൽ മാത്രമേ ഈ ബോഡി കാണത്തുള്ളൂ. ഇനിയുള്ള അടുത്ത കോൺസെപ്റ്റാണ് കുക്കീസ് നമ്മൾ യൂസേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുക്കീസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് അലോ സൈറ്റ്സ് ടു കീപ് ട്രാക്ക് ഓഫ് യൂസേഴ്സ്. ഇറ്റ് ഈസ് ഓഫൻ ഡിസൈറബിൾ ഫോർ എ വെബ്സൈറ്റ് ടു ഐഡൻറ്റിഫൈ യൂസേഴ്സ്
either because the server wishes to restrict user access or because it wants to serve content as a function of the user identity. ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലയൻറ്റ് സെർവറിന് ഒരു റിക്വസ്റ്റ് കൊടുത്തു എന്ന് വയ്ക്കാം. അപ്പോൾ ഈ സെർവർ റിക്വസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ നമ്മളുടെ കുറച്ച് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യും, ലൈക്ക് നെയിം, ടൈം സ്റ്റാമ്പ് എക്സെട്ര. ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കും ഇൻ ദ ഫോം ഓഫ് എ ഫയൽ ഓർ എ സ്ട്രിങ്. അപ്പോൾ ഇതാണ് ക്ലയൻറ്റ്, ഇതൊരു സെർവറാണ്. അപ്പോൾ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ സെർവർ കുറച്ച് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യും ഇൻ ദ ഫോമാറ്റ് ഓഫ് എ ഫയൽ ഓർ എ സ്ട്രിങ്. അത് കഴിഞ്ഞിട്ട് ഈ റിക്വസ്റ്റിന് സെർവർ റെസ്പോണ്ട് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആ ഒരു റെസ്പോൺസിൽ ഈ കുക്കിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യും ഈ സെർവർ. എന്നിട്ട് ഈ ക്ലയൻറ്റ് ഈ ഒരു റെസ്പോൺസ് റിസീവ് ചെയ്യുമ്പോൾ ക്ലയൻറ്റ് സൈഡുള്ള ബ്രൗസർ ഈ കുക്കീനെ സ്റ്റോർ ചെയ്യും. ഇതാണ് നടക്കുന്നത് ആക്ച്വലി. then creating and storing cookies. when server ഒരു റിക്വസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ അത് ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഫയൽ ഓർ സ്ട്രിങ് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യും. ആൻഡ് അതിലുള്ള കണ്ടൻറ് ആണെങ്കിൽ ടൈം സ്റ്റാമ്പ് ആയിരിക്കാം, ക്ലയൻറ്റിൻ്റെ നെയിം, രജിസ്ട്രേഷൻ നമ്പർ, ഇതൊക്കെ ആയിരിക്കാം. ആൻഡ് ക്ലയൻറ്റ് റെസ്പോൺസ് കൊടുക്കുമ്പോൾ ഈ കുക്കീനെയും കൂടെ സെൻഡ് ചെയ്യും. ആൻഡ് ക്ലയൻറ്റ് സൈഡിലുള്ള ബ്രൗസർ ഈ കുക്കീസിനെ സ്റ്റോർ ചെയ്യും. കുക്കീസിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ, ഇത് ക്ലയൻറ്റ്, ഇത് സെർവർ. ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് സെർവറിനോട് കൊടുക്കുമ്പോൾ ബ്രൗസർ കുക്കി ഡയറക്ടറി ചെക്ക് ചെയ്യും, ഓൾറെഡി ഇതുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഓൾറെഡി ഈ കുക്കി ഡയറക്ടറിയിൽ കുക്കി ഉണ്ടെങ്കിൽ അത് റിക്വസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ദ കുക്കി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റിക്വസ്റ്റ്. when the server receives the request it knows that this is an old client not a new one. അപ്പോൾ ആദ്യം നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ബ്രൗസർ കുക്കി ഡയറക്ടറിയിൽ സെർച്ച് ചെയ്യും, ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കുക്കി ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അതിനെ കൂടെ ആഡ് ചെയ്തിട്ടാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ സെർവറിന് അറിയാം ഇത് പുതിയ ക്ലയൻ്റ് അല്ല, ഓൾറെഡി ഉള്ള ക്ലയൻ്റ് ആണെന്ന്. നോട്ട് ദാറ്റ് ദ കണ്ടൻറ്റ് ഓഫ് ദ കുക്കി ആർ നെവർ റീഡ് ബൈ ദി ബ്രൗസർ ഓർ ഡിസ്ക്ലോസ്ഡ് ടു ദി യൂസർ. പിന്നെ ഈ കുക്കിയിൽ ഉള്ള ഇൻഫർമേഷൻസ് ബ്രൗസറിന് റീഡ് ചെയ്യാനും പറ്റത്തില്ല, അത് യൂസറിന് ഡിസ്ക്ലോസ് ചെയ്യാനും പറ്റത്തില്ല. ഈ കുക്കി എന്ന് പറയുന്നത് മെയ്ഡ് ബൈ ദ സെർവർ ആൻഡ് ഈറ്റൻ ബൈ ദ സെർവറാണ്. ഓക്കെ, അപ്പോൾ ഈ കുക്കിയുടെ മെയിൻ യൂസേജ് എന്താണെന്ന് വെച്ചാൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, യൂസേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുക്കീസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ള ടോപ്പിക്കാണ് വെബ് കാഷിംഗ് ഓർ പ്രോക്സി സെർവർ. ഈ വെബ് കാഷിനെ നമ്മൾ പ്രോക്സി സെർവർ എന്നും പറയും. ആൻഡ് ഇത് ആക്ച്വലി ഒരു നെറ്റ്വർക്ക് എൻറ്റിറ്റി ആണ്. ഇറ്റ് സാറ്റിസ്ഫൈസ് ദ HTTP റിക്വസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി ഒറിജിനൽ വെബ് സെർവർ. ഇപ്പോൾ ക്ലയൻറ്റ് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അത് ആക്ച്വലി ഫസ്റ്റ് പോകുന്നത് ഈ പ്രോക്സി സെർവറിലായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് കൊടുക്കുന്ന റിക്വസ്റ്റ് ഈ പ്രോക്സി സെർവർ ചെക്ക് ചെയ്യും, ഓൾറെഡി ഒരു ക്യാഷെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ക്യാഷെ ഉണ്ടെങ്കിൽ അതിനുള്ള റിക്വസ്റ്റ് കൊടുക്കും, ക്യാഷെ ഇല്ലെങ്കിൽ ഈ പ്രോക്സി ഒറിജിനൽ സെർവറിലോട്ട് ഈ റിക്വസ്റ്റ് കൊടുക്കും. എന്നിട്ട് ഈ സെർവർ പ്രോക്സിക്കാണ് റെസ്പോൺസ് കൊടുക്കുന്നത്. ഫ്രം ദിസ് പ്രോക്സി ദ ക്ലയൻറ്റ് ഇസ് ഗെറ്റിംഗ് ദി റെസ്പോൺസ്. ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. HTTP ക്ലയൻറ്റ്സ് സെൻഡ്സ് എ റിക്വസ്റ്റ് ടു ദ പ്രോക്സി സെർവർ. Proxy server checks its cache. If the response is not stored in the cache, the proxy server sends a request to the corresponding server. Incoming responses are sent to the proxy server and stored for future requests from other clients. To use the proxy server, the client must be configured to access proxy instead of target server. ഇപ്പോൾ പ്രോക്സി സെർവർ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ക്ലയൻറ്റിന് നമ്മൾ ഓൾറെഡി കോൺഫിഗർ ചെയ്ത് വെക്കണം. ആൻഡ് ഈ പ്രോക്സി സെർവറായിട്ടും ആക്ട് ചെയ്യും, ക്ലയൻറ്റായിട്ടും വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഈ പ്രോക്സി സെർവറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ക്ലയൻറ്റ് കൊടുക്കുന്ന റിക്വസ്റ്റിൻ്റെ ഇത് ക്യാഷ് ഡയറക്ടറിയിൽ ഇല്ല എങ്കിൽ അത് ടാർഗറ്റ് സെർവറിന് റിക്വസ്റ്റ് കൊടുക്കും. ഇപ്പോൾ കൊടുക്കുമ്പോൾ ഇത് പ്രോക്സി സെർവർ ടാർഗറ്റ് സെർവറിന് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഈ പ്രോക്സി സെർവർ ക്ലയൻറ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോക്സി സെർവർ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ പ്രോക്സി സെർവർ നോർമലി ലൊക്കേറ്റ് ആയിട്ടുള്ളത് ക്ലയൻറ്റ് സൈഡാണ്. ഇനി അടുത്തുള്ളതാണ് HTTP സെക്യൂരിറ്റി. ഇതെന്ന് പറയുന്നത് HTTPയുടെ ഒരു എക്സ്റ്റൻഷനാണ്. ആൻഡ് ഇത് നമ്മൾ ഓവർ ദ ഇൻ്റർനെറ്റ് സെക്യൂർഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് HTTP ആണെങ്കിൽ അതിൻ്റെ പോർട്ട് നമ്പർ 80 ആൻഡ് HTTPS ആണെങ്കിൽ അതിൻ്റെ പോർട്ട് നമ്പർ 443. ആൻഡ് ഇത് HTTPS പ്രൊവൈഡ്സ് കോൺഫിഡൻഷ്യാലിറ്റി, ക്ലയൻറ്റ് ആൻഡ് സെർവർ ഓത്തൻറ്റിക്കേഷൻ ആൻഡ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ www വെബ് ആൻഡ് HTTP. അടുത്ത വീഡിയോസിൽ അടുത്ത FTP SMTP ഒക്കെ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.